ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമായ എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നാടകീയ സംഭവങ്ങൾ. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് UDF സ്ഥാനാർത്ഥിയാക്കിയ CPIM വിമതംഗം കലാരാജുവിനെതിരെ പ്രതിഷേധവുമായി CDS അംഗങ്ങൾ രംഗത്തെത്തി. UDF അനുകൂല നിലപാട് തുടരുമെന്നാണ് കലാരാജുവിന്റെ പ്രതികരണം. നിലപാട് ഞാൻ വ്യക്തമാക്കിയതല്ലേ. അതെ ഉറപ്പ്. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് സ്വതന്ത്ര അംഗം PG സുനിൽകുമാറിനെയാണ് UDF പരിഗണിക്കുന്നത്. ലാൽ കൃഷ്ണൻ ചേരുന്നുണ്ട് ഇപ്പോൾ കൂത്താട്ടുകുളത്ത് നിന്ന്. ലാൽ, ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചോ? ലാൽ, തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ചട്ടങ്ങൾ അറിയിക്കുകയാണ് നിലവിൽ വാരണാധികാരിയായിട്ടുള്ള ഉദ്യോഗസ്ഥൻ. അല്പസമയത്തിനുള്ളിൽ തന്നെ 11 മണിക്കാണ് തിരഞ്ഞെടുപ്പ് തീരുമാനിച്ചത്. അതിൻ്റെ ചട്ടങ്ങളും നടപടിക്രമങ്ങളിലേക്കും ഇതിനോടകം തന്നെ കടന്നിട്ടുണ്ട്. നിലവിൽ വിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് LDF പറയുമ്പോഴും അത്തരമൊരു വിപ്പ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ നിലപാട് UDFിനൊപ്പം ഉറച്ചു നിൽക്കും. അഥവാ വിപ്പ് ലഭിച്ചിരുന്നെങ്കിലും UDFിനൊപ്പം തന്നെ നിൽക്കുമെന്ന നിലപാട് തന്നെയാണ് കലാരാജു ഇപ്പോഴും ആവർത്തിക്കുന്നത്. UDFിൻ്റെ ഭാഗത്തു നിന്ന് കലാരാജുവിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ മുൻ നഗരസഭാ കൗൺസിലറായിരുന്ന ചെയർപേഴ്സണായിരുന്ന വിജയ ശിവൻ തന്നെയാണ് LDFിൻ്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിട്ട് ഇത്തവണയും മത്സരിക്കുന്നത്. നിലവിൽ 25 പേരുള്ള കൗൺസിലിൽ 13 പേരുടെ പിന്തുണ UDFിനും 12 പേരുടെ പിന്തുണ LDFിനുമാണ്. UDFിൻ്റെ പിന്തുണയിൽ CPIM വിമതയായ കലാരാജുവിനോടൊപ്പം സ്വതന്ത്രനായിട്ടുള്ള PG സുനിൽകുമാറുമുണ്ട്. സുനിൽകുമാറിനെയാണ് നിലവിൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് UDF പരിഗണിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് നടക്കാൻ ചില സമയങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ നാടകീയ സംഭവങ്ങൾ വീണ്ടും കൂത്താട്ടുകുളത്ത് അരങ്ങേറുന്നത്. അതിനിടെ UDF അംഗങ്ങൾ നഗരസഭാ ഹാളിനകത്തേക്ക് പ്രവേശിച്ച സമയത്ത് തന്നെ കലാരാജുവിനെതിരെ പ്രതിഷേധവുമായിട്ട് CDS അംഗങ്ങൾ നഗരസഭയ്ക്ക് മുന്നിലെത്തി. 16 ലക്ഷത്തോളം രൂപ കടമെടുത്ത ശേഷം, ലോൺ എടുത്ത ശേഷം അത് തിരിച്ചടയ്ക്കാൻ കലാരാജു തയ്യാറായിട്ടില്ല എന്നും തങ്ങളുടെ എല്ലാം ജീവിതം പ്രതിസന്ധിയിലാണ്, അതിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം നടന്നത്. ആ പ്രതിഷേധത്തിനൊടുവിലാണ് LDF അംഗങ്ങൾ നഗരസഭാ ഹാളിനകത്തേക്ക് കയറിയത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഉന്മേഷ്, തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂത്താട്ടുകുളം നഗരസഭയിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.